ബിജുചേട്ടാ നമസ്കാരം. നമസ്കാരം. എമ്പുരാൻ മോഹൻലാലിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സിനിമ കഴിഞ്ഞ ദിവസം റിലീസായിരിക്കുകയാണ്. ഈ സിനിമയ്ക്ക് കൊണ്ടുപിടിച്ച പ്രൊമോഷൻ കൊടുത്തത് സംഘികൾ, ഈ സിനിമയ്ക്ക് പോസ്റ്റർ ഒട്ടിച്ചത് സംഘികൾ, ഈ സിനിമയ്ക്ക് മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും എടുത്ത് തലയിൽ വെച്ചത് സംഘികൾ. അവസാനം ജഗതി പറയുന്നത് പോലെ ഒടിഞ്ഞത് എന്റെ കൈ, എന്റെ കാല്, എന്റെ തല എന്ന് പറയുന്നത് പോലെയായി ഫസ്റ്റ് ഷോ കണ്ടിറങ്ങിയ സംഘികളുടെ കാര്യം എന്ന് പറയുന്നത്. കുറച്ചുകൂടെ ഒരു കൊളോക്കിയൽ ഭാഷയിൽ പറഞ്ഞാൽ അണ്ണാക്കിലല്ല, അണ്ണാക്ക് വഴി അന്നനാളത്തിൽ കിട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതൊരു സിനിമയാണ്. സിനിമയ്ക്ക് മുമ്പിൽ കഥയും കഥാപാത്രങ്ങളുമൊക്കെ തികച്ചും യാദൃച്ഛികം ആണ്, സാങ്കല്പികമാണ്. അത് നിങ്ങൾക്ക് വേറെ ആരെങ്കിലുമൊക്കെ ആയിട്ട് തോന്നുകയാണെങ്കിൽ യാദൃച്ഛികം മാത്രമാണ് എന്ന് എഴുതി കാണിച്ചപ്പോൾ അവർ ഇത്ര പ്രതീക്ഷിച്ച് കാണില്ല എന്ന് നമുക്ക് എടുത്തു പറയണം. കാരണം ഈ സിനിമ തുടങ്ങുന്നത് തന്നെ ഗുജറാത്ത് കലാപത്തിലാണ്. ഗുജറാത്തിൽ ഗോധ്രയിലെ ട്രെയിനിൽ ഒരു തീവയ്പ് നടക്കുന്നു. അപ്പോൾ ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറെ പത്ര കട്ടിങ്ങുകൾ കാണിക്കുന്നുണ്ട്. അപ്പൊ ആക്സിഡന്റ് ആണ് അവിടെ നടന്നത് ഗോധ്രയിൽ എന്നുള്ള ഒരു സംഭവം വരുന്നു. അതിനുശേഷം അരമണിക്കൂർ ഗുജറാത്ത് കലാപവും അവിടെയുള്ള എന്താ പറയുക ഈ സംഘപരിവാർ അല്ലെങ്കിൽ ഹിന്ദുത്വ ശക്തികൾ അവിടെയുള്ള മുസ്ലിങ്ങളെ മുഴുവൻ കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മുസ്ലിങ്ങൾ നാട് വിട്ടു പോകാനായിട്ട് ശ്രമിക്കുന്നു. നാട് വിട്ടു പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ അതാ വരുന്നു നമ്മളെ കൊടൂരനായിട്ടുള്ള വില്ലൻ. ആ വില്ലന്റെ പേരാണ് ബജ്റംഗി. ആ ബജ്റംഗി എന്ന് പറയുന്ന വില്ലൻ വരുന്നു. സ്വാഭാവികമായിട്ടും നമ്മൾ ഈ കലാപത്തിൽ നമ്മുടെ നാട്ടിൽ യാദൃച്ഛികമാണെങ്കിലും ഇതെവിടെയോ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഈ ഗർഭിണിയുടെ വയറ്റിൽ ശൂലം കൊണ്ട് കുത്തി ഭ്രൂണമെടുക്കുന്ന ഒരു നേതാവിനെ കുറിച്ച് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. അപ്പോ അങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ കോടതി അങ്ങനെ ഒരു സംഭവമേ ഇല്ല, തെളിവ് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ അത് പറഞ്ഞ ആൾക്കാരൊക്കെ തടി തപ്പുന്ന കാഴ്ചയാണ് കണ്ടത്. അതൊക്കെ പോട്ടെ, എങ്കിൽ കഥയാണല്ലോ. കഥയിൽ ഒരു ഗർഭിണിയുണ്ട്. ആ ഗർഭിണിയെ ഇതിൽ ശൂലം കൊണ്ട് കുത്തുകയല്ല ചെയ്യുന്നത്, മറിച്ച് ആ ഗർഭിണിയെ ബലാത്സംഗം ചെയ്യുകയാണ്. ഈ വില്ലൻ വന്നിട്ട് ആ ഗർഭിണിയെ അങ്ങ് ബലാത്സംഗം ചെയ്യുകയാണ്. ഭാവിയിൽ ഈ വില്ലൻ ഒരു വലിയ നേതാവായി മാറുന്നു. അദ്ദേഹം കേരളം പിടിക്കാനായിട്ട് ഈ IUF എന്ന് പറയുന്ന കേരളത്തിലെ ഒരു പാർട്ടിയുണ്ട്. ആ പാർട്ടിയെ പിളർത്തി ആ വില്ലന്റെ ഒരു സംഘടനയുണ്ട്, അഖണ്ഡ മോർച്ച എന്ന് പറഞ്ഞ. ആ മോർച്ചയൊക്കെ ചേർത്ത് വെച്ചിട്ട് ആ വില്ലൻ, ആ കലാപം നടത്തിയ വില്ലൻ ഇപ്പൊ വലിയ നേതാവ് കേട്ടോ, ആ വില്ലൻ വരികയാണ്. അതായത് വില്ലൻ വരുന്നത് കാണുമ്പോഴും ആ വേഷവിധാനമൊക്കെ കാണുമ്പോഴും നമുക്ക് ഇത് ഈ വേഷം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഏതോ ഒരു വലിയ നേതാവിന്റെ എന്നൊക്കെ. പക്ഷേ ഇത് കഥയാണല്ലോ, അതുകൊണ്ട് തികച്ചും സാങ്കല്പികമാണ്. എനിക്ക് തോന്നിയത് യാദൃശികമായിട്ട് തോന്നി. അങ്ങനെ വില്ലൻ ഇറങ്ങി വരികയാണ്. പണ്ടത്തെ ഒരു ദാത ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലെ വലിയ നേതാവ്. അവർ കേട്ട് കേരളം പിടിക്കാൻ പോവുകയാണ്. കേരളത്തിന്റെ മതേതര മനസ്സിനെ തകർക്കാനായിട്ട് വരികയാണ്. അപ്പൊ ഈ മതേതര മനസ്സ് തകരാതിരിക്കണമെങ്കിൽ കേരളത്തിൽ IUF ശക്തിപ്പെടണം. പോരാത്തതിന് ഈ വില്ലൻ അന്ന് കൊന്നുകളഞ്ഞ ആ ഗർഭിണി ഉണ്ടല്ലോ, ആ ഗർഭിണിയുടെ ബന്ധുവാണ് ഈ നമ്മുടെ മോഹൻലാലിന്റെ കൂടെ നടക്കുന്ന പൃഥ്വിരാജ്, സയ്യിദ് മസൂദ്. ആ ബന്ധുവാണ്. ആ ബന്ധു പിന്നീട് ആ വില്ലനോട് പ്രതികാരം വീട്ടുന്നു. ഇതാണ് പ്ലോട്ട് എന്ന് പറയുന്നത്. ഇതിൽ അബ്രാം ഖുറേഷിയെ ഞാൻ കണ്ടില്ല സത്യം പറഞ്ഞ. ഇതിൽ മോഹൻലാലിന് എന്താണ് റോള് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടത്, അതുകൊണ്ടാണ് ഞാൻ അതിന്റെ പ്ലോട്ട് പറഞ്ഞത്. മോഹൻലാലിനെ ഞാൻ കണ്ടില്ല. മോഹൻലാൽ ഇതിന്റെ ഇടയിൽ നിഴലാ എന്ന് പറഞ്ഞ പാട്ടിട്ടുണ്ട്, ഒരു കോട്ട് വിട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാഴ്ച കാണാൻ സാധിച്ചത്. ടു ബി ഫ്രാങ്ക്, ഇതിലെ പൊളിറ്റിക്സ് ഒക്കെ നമുക്ക് മാറ്റി നിർത്താം. ഇപ്പൊ ഇത് പറഞ്ഞു കഴിയുമ്പോൾ ചില ആൾക്കാർ പറയണം, നീ സംഘി ആയോണ്ടല്ലേടാ ഇങ്ങനെ പറയുന്നത്, ഇത് വിമർശിക്കുന്നത് സംഘപരിവാർ. അതൊന്നുമല്ല. ഞാൻ ഈ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയിൽ ക്ലൈമാക്സിൽ അബ്രാം ഖുറേഷി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്റെ ഒരു ബിൽഡപ്പ് ഉണ്ടല്ലോ, സ്റ്റീഫൻ നെടുമ്പള്ളി അബ്രാം ഖുറേഷി ആണെന്ന് അറിയുമ്പോൾ അടുത്ത സിനിമയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്, ആ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ നീ പ്രതീക്ഷിക്കുന്നതിന് സംവിധായകൻ തരണമെന്നുണ്ടോ എന്ന് വേണമെങ്കിൽ അവർക്ക് ചോദിക്കാം. പക്ഷെ പൃഥ്വിരാജ് പറഞ്ഞിരുന്നത് എമ്പുരാൻ എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിനും രാജാവിനും ഇടയിൽ നിൽക്കുന്ന എൻറ്റിറ്റിയാണ്. ഇങ്ങനെയൊക്കെ തള്ളി മറിച്ച് ആ മാടയാണ് കോടയാണെന്നൊക്കെ പറഞ്ഞാണല്ലോ പടം പ്രഖ്യാപിക്കുന്നത് തന്നെ. അപ്പൊ ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ഭാഷാ സിനിമയിൽ രജനീകാന്ത് മാണിക് ഭാഷയാവുന്ന ഒരു ഇതുണ്ടല്ലോ, ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടല്ലോ, ഫ്ലാഷ് ബാക്കിന്റെ അകത്തെ ഫ്ലാഷ് ബാക്ക് ആണ്. പുള്ളിയുടെ സാമ്രാജ്യം വികസിച്ചു വരുന്നത്. അങ്ങനെ അബ്രാം ഖുറേഷിയുടെ സാമ്രാജ്യം, അതിന്റെ എക്സ്പാൻഷൻ, അതിന്റെ ഗ്രാവിറ്റി ഇതൊക്കെ അറിയാമെന്ന് വിചാരിച്ചാണ് നമ്മളിങ്ങനെ പോയിരിക്കുന്നത്. ഇപ്പൊ അബ്രാം ഖുറേഷിയുടെ പവർ നമുക്ക് കാണാമെന്നൊക്കെ പറഞ്ഞാണ് പോയിരിക്കുന്നത്. പക്ഷെ നമുക്ക് കിട്ടിയത് വേറെ എന്തൊക്കെയോ സംഭവങ്ങളായി പോയി എന്നുള്ളതാണ്. എന്തായാലും ആ സിനിമ ഇപ്പോ റിലീസായ ശേഷം വലിയ വിവാദത്തിന് അത് തിരികൊളുത്തിയിരിക്കുകയാണ്. സംഘപരിവാർ ക്യാമ്പ് ഒന്നടങ്കം ഇളകി.
എബ്രാം ഖുറേഷിക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ച സംഖ്യകളെല്ലാം തലയിൽ കൈവച്ചിരിപ്പാണ്. ഇവരിൽ നേതാക്കന്മാരുമുണ്ട്. നേതാക്കന്മാരെല്ലാം പലരും മാപ്പ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയൊക്കെ ഉണ്ടായി. അങ്ങനെ ആകപ്പാടെ മൊത്തത്തിൽ ഒരു ഒരു ചക്ക കുഴയുന്നത് പോലെ കുഴഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. സിനിമയ്ക്കെതിരെ അതിഭീകരമായിട്ടുള്ള എതിർപ്പ് സംഘപരിവാർ ക്യാമ്പുകളിൽ നിന്ന് ഉയർന്നു വരുന്നു. ഒരു ഭാഗത്ത് ടിക്കറ്റ് ക്യാൻസലേഷൻ വരുന്നു. ഗോത്ര തനിയെ കത്തിയതല്ലടാ എന്ന് പറയുന്നു. മോഹൻലാലിനെ പട്ടാളത്തിൽ നിന്ന് പിടിച്ച് പുറത്താക്കണമെന്ന് പറയുന്നു. പൃഥ്വിരാജിന്റെ സിനിമ ഗോത്രയിൽ പ്രദർശിപ്പിക്കണമെന്ന് ഒരു ടീം പറയുന്നു. അവിടുത്തെ ജനങ്ങൾ എങ്ങനെ കാണുന്നു എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. എന്താണ് ഇതില് നമ്മുടെ ബിജുചേട്ടന്റെ ഒരു അഭിപ്രായം? ഈ സിനിമ എതിർക്കപ്പെടേണ്ട ഒരു സിനിമയാണോ? സിനിമയായിട്ട് കണ്ടാൽ പോരെ എന്ന് ഇവൻ ഒരു ഭാഗത്ത് പറയുന്നു. അതായത് സംഘപരിവാറിന്റെ അനുകൂലികൾ. കാരണം നമുക്ക് ചാവ വന്ന ശേഷം എന്തോരം സംഭവങ്ങളായിട്ടോ നമ്മുടെ നാട്ടിലുണ്ടായത്. രാജ്യത്ത് തന്നെ എന്തോ ഒരു സംഭവങ്ങൾ, രാജ്യവ്യാപകമായ എന്തോ ഒരു സംഭവങ്ങളുണ്ടായത്. ചാവ, കശ്മീർ ഫയൽസ് വന്നു. കശ്മീർ ഫയൽസ് കേരളത്തിൽ ഓടിയില്ലേ? കേരളത്തിൽ ഓടിച്ചു, നല്ല രീതിയിൽ ഓടിച്ചു കശ്മീർ ഫയൽസ്. എന്തിനു പറയുന്നു? ഇവിടെയുള്ള ഇടതുപക്ഷക്കാര് പോലും കശ്മീർ ഫയൽസ് പോയി കണ്ടിട്ട് അവർക്ക് മറുപടി ഇല്ലാതായി പോയി. ഇതാണോ കശ്മീരി പണ്ഡിറ്റുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞ് അവര് വിമർശിക്കാമെന്ന് പറഞ്ഞാണ് പോയി കണ്ടത്. പക്ഷെ ആ കശ്മീർ ഫയൽസിന്റെ കഥ പറയുന്നത് ഒരു ഇടതുപക്ഷ ആംഗിളിൽ കൂടെയാണ് പറയുന്നത്. അതുകൊണ്ട് അവർക്ക് വിമർശിക്കാനും പറ്റാത്ത അവസ്ഥയായി പോയി. കേരള സ്റ്റോറി വന്നു, ഊറി വന്നു, എന്തോരം സിനിമകൾ ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു എമ്പുരാൻ വന്നു. ഈ എമ്പുരാൻ വന്നപ്പോൾ ഇവരിതിനെ വിമർശിക്കുന്നു. എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു എന്താ പറയാ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, നമ്മൾ എന്തിനെയാണോ വിമർശിക്കുന്നത് അത് കൂടുതൽ വളർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് സംഘപരിവാറിനെയും BJP-യെയും എത്രത്തോളമാണോ വിമർശിക്കുന്നത് അത് മാനം മുട്ട വളർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. നരേന്ദ്രമോദി 2002 ഒരു കലാപം ഉണ്ടാക്കി എന്ന് പറഞ്ഞ് അതിന്റെ പേരിലാണ് മോദി ഇന്നും വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം 3 വട്ടം മുഖ്യമന്ത്രിയായി, ഇതാ 3ാമത്തെ വട്ടം പ്രധാനമന്ത്രിയായിരിക്കുന്നു. 4ാമത്തെ വട്ടം വേണമെങ്കിൽ ഇത് കാരണം വീണ്ടും പ്രധാനമന്ത്രിയാകുമെന്ന് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞ് യോഗിയിലേക്ക് വിമർശനം വന്നിട്ടുണ്ട്. യോഗിയാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഉടുപ്പും തെപ്പിച്ച് അവിടെ കൃത്യമായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഈ സിനിമയെ വിമർശിക്കേണ്ട ആവശ്യമുണ്ടോ? വിമർശനത്തിന് വിധേയമാണോ ഈ സിനിമ? കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ എന്തു തോന്നുന്നു? ഈ സിനിമ ആളുകളെ സ്വാധീനിക്കുന്നത് സിനിമയല്ലേ, സിനിമയെ കണ്ടാൽ പോരെ എന്ന് ചോദിക്കുന്നത് തെറ്റായൊരു ചോദ്യമാണ്. സിനിമ ആളുകളെ സ്വാധീനിക്കുമോ എന്ന് ചോദിച്ചാൽ സ്വാധീനിക്കും. കാരണം നമ്മൾ സിനിമ കാണാൻ പോകുമ്പോൾ അതിൽ ഇമോഷണൽ രംഗം വരുമ്പോൾ നമ്മൾ കരയാറുണ്ട്. കേരളത്തിന് മുമ്പ് ഒരു സിനിമ ഇറങ്ങി, ആകാശദൂത് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോൾ ആ സിനിമയുടെ ടിക്കറ്റിന്റെ കൂടെ കൗണ്ടറിൽ നിന്ന് ഒരു തൂവാല കൂടെ കൊടുത്തിരുന്നു. തൂവാല, കണ്ണീരൊപ്പ ആകാശദൂത് തൂവാല കൊടുത്തിരുന്നതാണ്. അത് നമ്മുടെ ഈ കേരളത്തിൽ നടന്ന സംഭവമാണ്. ഞാനും ഒക്കെ സിനിമ കണ്ട, ശരിയാണ്, നമ്മുടെ കണ്ണ് നനയിക്കുന്ന സിനിമകളാണ്. ഹാസ്യം വരുമ്പോൾ അവിടെ പൊട്ടിച്ചിരിക്കാറില്ല നമ്മൾ. അതുപോലെ തന്നെ വില്ലനെ ആക്ഷൻ രംഗങ്ങൾ വരുമ്പോൾ നമ്മൾ കൈയെടുക്കാറുണ്ട്, ആർപ്പ് വിളിക്കാറുണ്ട്. അപ്പൊ സിനിമ മനുഷ്യനെ സ്വാധീനിക്കുമോ എന്ന് വെച്ചാൽ സ്വാധീനിക്കുന്നതുകൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിക്കുന്നത്. നമ്മളാരും റോബോട്ടുകളല്ലോ, റോബോട്ടുകൾ സിനിമ കാണാൻ പോയിരിക്കുന്ന കലല്ലോ നമ്മളാരും ഇരിക്കുന്നത്. ഇത് ആസ്വദിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഇത് മനുഷ്യനെ സ്വാധീനിക്കുമോ എന്ന് ചോദിച്ചാൽ സ്വാധീനിക്കുമെന്ന് പറയേണ്ടി വരും. കാരണം ഈ അടുത്ത് നമ്മൾ പറയാറുണ്ട്, പല കൊലപാതകങ്ങൾ നടക്കുമ്പോൾ ദൃശ്യം മോഡൽ എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ദൃശ്യം മോഡൽ എന്ന് പറയുന്നത്? ദൃശ്യം സിനിമയിലെ കൊലപാതകത്തിന്റെ ആ സീനുമായി അതിന് ബന്ധമുള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇപ്പൊ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു ഇത് വരുമ്പോൾ ഇന്ന സിനിമയിലെ ആണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പം സ്വാധീനിക്കാറുണ്ട്. കാരണം കല സ്വാധീനിച്ചത് കൊണ്ടാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വേരോട്ടം ഉണ്ടായത്. KPSC പോലുള്ള നാടക സമിതികളിലും കലാ സാംസ്കാരിക വേദികളിലും കൂടിയാണ് DMK തമിഴ്നാട്ടിൽ ക്ലച്ച് പിടിച്ചത്. തെരുവ് നാടകങ്ങളിലൂടെ ഒക്കെയാണ് കരുണാനിധി എഴുതി ഉണ്ടാക്കിയ നാടകങ്ങളും പാട്ടുകളുമാണ് DMK ആ സംസ്ഥാനത്ത് ഉണ്ടാക്കി. CPM-ന് എങ്ങനെയാണ് ഈ നാടകങ്ങളിലൂടെയും ഒക്കെയാണ്. എന്തിനേറെ പറയുന്നത്, ഇപ്പോഴും പെട്ടിയിരിക്കുന്ന പൊട്ടിയ സഖാക്കളുടെ പടങ്ങൾ ഇപ്പോഴും നാം ഓർക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ അത് ഗാനങ്ങൾ കൊണ്ടാണ്. മനോഹരമായ ഗാനങ്ങളാണ്. അത് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് തോന്നുന്നു ഇന്ത്യയില് സഖാക്കൾ ഇറക്കുന്ന ഗാനങ്ങളെ വെല്ലാൻ ഇതുവരെ ഒരു ഗാനങ്ങൾ ഞാൻ കേട്ടിട്ടില്ല. വളരെ മനോഹരമായ ഗാനങ്ങളാണ്. പുഷ്പന്റെ ആയാലും ഒക്കെ വിമർശനങ്ങളൊക്കെ ഉണ്ടാകാം പല തരത്തിലാണെങ്കിലും, പക്ഷെ എന്നാലും വളരെ മനോഹരമായി സംഗീത സംവിധാനം ചെയ്തിറങ്ങുന്നത് പല സിനിമകളും പുറത്തിറങ്ങാം, സാമ്പത്തിക പരാധീനങ്ങളും മറ്റും കൊണ്ട് പുറത്തിറങ്ങാതിരിക്കുന്ന പല സിനിമകളിലെ പോലും ഗാനങ്ങൾ. അപ്പൊ സ്വാധീനിക്കുമെന്ന് പറഞ്ഞാൽ സ്വാധീനിക്കും. ഇന്നും ഗാന്ധിജി എന്ന് പറഞ്ഞാൽ ആറ്റൻബറോയുടെ ഗാന്ധി എന്ന സിനിമയിലെ ഗാന്ധിയാണ് ഇപ്പോഴത്തെ തലമുറയുടെ എല്ലാം മനസ്സിലുള്ളത്. ഗാന്ധി വടിയും കുത്തിപ്പിടിച്ച് ട്രെയിനിൽ കയറും, സിനിമയുടെ ഓർമ്മയാണ്. അപ്പൊ സിനിമ സ്വാധീനിക്കുമെന്ന് വെച്ചാൽ കുറച്ചൊക്കെ സ്വാധീനിക്കും. പക്ഷെ ഈ സ്വാധീനിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള അജണ്ടകൾ ഒളിച്ചു കടത്തുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. സിനിമയെ കണ്ടാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ കണ്ടാൽ മതി. പക്ഷെ ഈ രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളും പറയുമ്പോൾ ഇപ്പോൾ പഴയതുപോലെയല്ല. വിമർശനത്തിനും അതീതരല്ലല്ലോ സിനിമയും, വിമർശനത്തിന് അതീതരല്ല. അല്ല, കലാകാരന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും പറയാം, അതെല്ലാം പ്രേക്ഷകർ കാണാൻ കൈയടിക്കണം എന്നൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു പോയി. ഇപ്പൊ മലയാള സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാല് പിന്നെ നമുക്ക് കാണാൻ കഴിയും ഈ സിനിമ. എനിക്ക് തോന്നുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികളെ മാത്രമല്ല, മതത്തിന്റെയും ജാതിയൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള സിനിമകളാണ് നമ്മുടെ മലയാള സിനിമ.
മലയാള സിനിമകളിൽ ഇന്നേ വരെ ഇറങ്ങിയ മലയാള സിനിമകളിൽ ഏറ്റവും കൂടുതൽ വില്ലന്മാര് നായന്മാരായിരുന്നു. രണ്ടാം സ്ഥാനത്തുള്ളത് ബ്രാഹ്മണ സമുദായത്തിൽപ്പെടുന്ന വില്ലന്മാരായിരുന്നു. ഈ കുറച്ചു നാളുകളായിട്ട് ക്രിസ്ത്യാനികൾ വില്ലന്മാരായിട്ടുണ്ട്. അതിൽ ഈ കാർലോസ് എന്ന് പറഞ്ഞ രാജൻ ബി ദേവിന്റെ ഒരു കഥാപാത്രമുണ്ട്. എനിക്ക് തോന്നുന്നത് മോഹൻലാലിന്റെ ഒരു കണ്ണൻ നായർ എന്നൊക്കെ പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. സിനിമയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. അതിൽ കാർലോസ് ആയിട്ട് രാജൻ ബി ദേവ് വരുന്നത്. അങ്ങനെയാണ് ക്രിസ്ത്യാനികൾ വില്ലന്മാരായിട്ട് വരുന്നത്. അങ്ങനെ പല രീതിയിലുള്ള ഇതുണ്ട്, ഈ രീതിയിൽ കടന്നു വന്നിരുന്നു. പിന്നീട് അതുപോലെ തന്നെ ഈ പിന്നെ പ്രോസ്റ്റിറ്റ്യൂഷനും മറ്റുമൊക്കെ എത്തപ്പെടുന്നത് ഇല്ലങ്ങളിലുള്ള പെൺകുട്ടികളാണ്. എന്താണ് കാര്യം എന്നാ സിനിമ പറഞ്ഞു വെക്കുന്നത് പോവർട്ടിയാണ്. അതേ സമയം തന്നെ അതേ ബ്രാഹ്മണരെ അതേ സിനിമയിൽ ജന്മികളും വില്ലന്മാരായിട്ടും അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക അതായത് ജന്മികളെയും സവർണന്മാരെയും മറുവശത്ത് നിർത്തിക്കൊണ്ടായിരുന്നു ഒരു കാലത്ത് മലയാള സിനിമകൾ മുൻപോട്ട് പോയിരുന്നു. പക്ഷെ അത് മാറിക്കൊണ്ട് രാഷ്ട്രീയ രംഗത്തേക്ക് വന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വില്ലന്മാരായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയെ അവതരിപ്പിച്ചിട്ടുള്ളത് കോൺഗ്രസ്സുകാരെയാണ്. എല്ലാ പാർട്ടികളിലും കോൺഗ്രസ്സുകാരെ, കാരണം അവർ പ്രതികരിക്കാനൊന്നും പോകാത്തതുകൊണ്ട് കോൺഗ്രസ്സുകാരെയാണ് പലപ്പോഴും വില്ലന്മാരായിട്ട് ചിത്രീകരിക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് ഞാൻ എടുത്തു പറയാം. പക്ഷെ കാലം മാറിയപ്പോൾ പണി കിട്ടിയത് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പൊന്മുട്ടയുടെയും താറാവ് എന്ന് പറഞ്ഞിട്ട് സത്യനന്ദിക്കാടിന്റെ ഒരു സിനിമ ഇറങ്ങി. അതിന് ആ പേരങ്ങനെയല്ലായിരുന്നു, ഒരു സ്വർണ്ണപ്പണിക്കാരുമായി ബന്ധപ്പെട്ട ഒരു സിനിമയായിരുന്നു. അപ്പൊ അവരുടെ ഒരു പേരാണ് അതിൽ ഉപയോഗിച്ചിരുന്നത്. ആ സമുദായം രംഗത്ത് വന്നതോടുകൂടിയാണ് അങ്ങനെയുള്ള കലാപരിപാടികൾ നിന്നുപോയത്. പിന്നീട് നാം കാണുന്ന ഒരു കാഴ്ച ഈ സംഘപരിവാറിനെ കുറിച്ചും ബി ജെ പിയെ കുറിച്ചൊക്കെ വർഷങ്ങളായിട്ട്, അതായത് ബി ജെ പി ഒക്കെ ഈ സെൻട്രൽ അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് തന്നെ സിനിമയായാലും ഡോക്യുമെന്ററി ആയാലും തെരുവ് നാടകങ്ങളായാലും ഇന്ത്യ മാത്രമല്ല ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പം അത് സ്വാധീനിക്കുമോ എന്നുള്ളതല്ല, അതിൽ നിന്ന് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഈ എമ്പുരാന്റെ ഒരു ചർച്ച വന്നപ്പോൾ ഇപ്പൊ ആ ചർച്ച പോകുന്നത് ഗോദ്ര കലാപത്തിലേക്കാണ്. എമ്പുരാൻ സിനിമ ചർച്ചയെ അല്ല ഇപ്പോ, പകരം ഗോദ്രയിൽ എന്താണ് സംഭവിച്ചത്, ഗോദ്ര കലാപം വീണ്ടും ആളുകൾ ചർച്ചയിലേക്ക് കൊണ്ടുവരികയാണ് ഇപ്പൊ പുതിയതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ കേരളത്തിൽ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ സമീപകാലത്ത് നമ്മൾ കണ്ടുവന്നിരിക്കുന്നത് ഈ മുസ്ലിം ഒരു നായകന്മാര് അവരുടെ അവരെ പ്രേമിക്കുന്ന പെൺകുട്ടികൾ, മറ്റ് ഇതര മതസ്ഥയിൽപ്പെടുന്ന പെൺകുട്ടികൾ അവരെ പ്രേമിക്കുന്നു, നല്ല ജീവിതം നയിക്കുന്നു, അവർക്കിടയിൽ വില്ലന്മാരായിട്ട് വരുന്നതൊക്കെ ഈ സംഘപരിവാർ ആണ് എന്നൊരു ധാരണ പരത്തിക്കൊണ്ടായിരുന്നു ആ സിനിമകൾ മുൻപോട്ട് പോയത്. അതായത് സംഘപരിവാർ ആകുന്ന വലിയ ചെലവൊന്നുമില്ല, ഒരു സിന്ദൂരം എടുത്ത് നെറ്റിക്കിട്ട് കഴിഞ്ഞാൽ അവർ സംഘിപ്പട്ടമാണ് ചാർത്തുന്നത്. അപ്പം അങ്ങനത്തെ സിനിമകളാണ് കൂടുതൽ വന്നുകൊണ്ടിരുന്നത്. കാലക്രമേണ ഈ പൊളിറ്റിക്സിൽ ഇടതുപക്ഷം ക്ഷയിച്ചു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇടതുപക്ഷമൊന്നും വലുതായിട്ട് സിനിമയിൽ കാണിക്കുന്നില്ല. അപ്പൊ ഇപ്പൊ അവശേഷിക്കുന്നത് കോൺഗ്രസിനെയും മറ്റുള്ളവരെയും കാണിച്ചുകൊണ്ടുള്ള ഒരു പൊളിറ്റിക്സ് ആണ്. അത് സിനിമയുടെ ഒരു രാഷ്ട്രീയമാണ്. ഈ അടുത്ത് തന്നെ നമുക്കറിയാം, നമ്മുടെ ഈ കങ്കണ റൗട്ടിന്റെ ഒരു സിനിമ ഇറങ്ങിയത് എമർജൻസി എന്ന് പറഞ്ഞിട്ട്, ഇന്ദിരാഗാന്ധിയുടെ കഥ. അപ്പോൾ ആ സിനിമ 2 മാസമേ ആയിട്ടുള്ള സിനിമ. അപ്പൊ ആ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് കോൺഗ്രസ്സുകാർ വലിയ പ്രശ്നം ഉണ്ടാക്കി, അത് ഇറങ്ങാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞു. സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് അനുകൂലമായിട്ടായിരുന്നു ആ സിനിമ ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെ ഒരു കാര്യം സംഭവിച്ചു, ഈ സിഖുകാർ പ്രശ്നം ഉണ്ടാക്കി ഖാലിസ്ഥാനിൽ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു സിനിമ. ഈ കേരളത്തിൽ വിവാദം ഉണ്ടാകുന്നത് ആദ്യം മുതൽ എത്ര സിനിമകൾ ബാൻ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ. 2012 പിതാവും പുത്രനും എന്ന് പറഞ്ഞൊരു സിനിമ ബാൻ ചെയ്തു കേരളത്തിൽ. എന്തിനായിരുന്നു? അഭയ കേസായിരുന്നു എന്റെ പ്രമേയം. അപ്പൊ ആ ഒരു കേസ് വിവാദമാകുമെന്ന് കണ്ടപ്പോഴാണ് ആ സിനിമ ബാൻ ചെയ്തത്. അതുപോലെ തന്നെ ഈ ദേര അക്ബർ എന്ന് പറഞ്ഞൊരു സിനിമ 2008 ഈ രജപുത്രരെ അവഹേളിക്കുന്നു എന്ന് പറഞ്ഞത് വലിയ കലാപം തന്നെ ഉണ്ടായി. അത് നിരോധിക്കപ്പെട്ടു. വിശ്വരൂപം എന്ന് പറഞ്ഞൊരു സിനിമ തമിഴിൽ ഇറങ്ങി. ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ മുസ്ലിം കമ്മ്യൂണിറ്റി, കമലഹാസനും മുസ്ലിം കമ്മ്യൂണിറ്റി അത് മോശമാക്കുമ്പോൾ വലിയ പ്രക്ഷോഭം നടന്ന് ബാൻ ചെയ്തു. പിന്നീട് ഈ സിനിമ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തതിന് ശേഷമാണ് അത് റിലീസ് ചെയ്തത്. അങ്ങനെ സിനിമകൾ അനവധി തവണ ബാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പഴയതുപോലെയല്ല. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കുകയാണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ നിരോധിക്കപ്പെട്ടിട്ടുള്ളത് പഞ്ചാബിലാണ് ഏറ്റവും കൂടുതൽ. കാരണം അവിടെ ഈ കുറച്ചുകൂടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈകാരിക തലത്തിൽ ആണ് അവർ മതത്തെ കാണുന്നത്. അപ്പൊ ഒരു ചെറിയ വാക്കോ ഒരു വിഷ്വലോ പോലും അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ ഏറ്റവും കൂടുതൽ സിനിമകൾ ബാൻ ചെയ്തിരിക്കുന്നത് അവിടെ. നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് ബാൻ ചെയ്ത് 1955 അതൊരു അമേരിക്കൻ സിനിമയാണ്. അപ്പം വിദേശ ചിത്രങ്ങളും ഒക്കെ നമ്മൾ ബാൻ ചെയ്യാറുണ്ട്. അത് സ്വാഭാവികമായ ഒരു കാര്യങ്ങൾ മാത്രമാണ്. അപ്പോ സിനിമ കുറച്ചുപേരെങ്കിലും, ഒരു ചെറിയ വിഭാഗം പേരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ വിഷ്വൽ മീഡിയക്ക് കഴിയാറുണ്ട്. വിഷ്വൽ മീഡിയക്ക് മാത്രമല്ല സോഷ്യൽ മീഡിയക്കും കഴിയാറുണ്ട്. അതായത് ഒരു പോസ്റ്റ് പോലും, ഒരു വ്യാജ പോസ്റ്റിന് പോലും ഒരു കലാപം ഉണ്ടാക്കാനോ ഇല്ല എങ്കിൽ ഒരു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനോ കഴിയുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരു സിനിമ സ്വാധീനിക്കില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സ്വാധീനിക്കുക തന്നെ ചെയ്യും. അപ്പോൾ സ്വാഭാവികമായി അത് ചർച്ച ചെയ്യുന്നതിലും അതിനെ എതിർത്ത് സംഘപരിവാറിന്റെ നേതാക്കൾ വരുന്നതിലും നമുക്ക് തെറ്റ് പറയാൻ കഴിയില്ല. കാരണം അവർ സ്വാഭാവികമായും ആ ഒരു ആംഗിൾ തന്നെയാണ്. അതിന്റെ സിനിമയായിട്ട് കണ്ടുകൊണ്ട് നമുക്ക് പോകാൻ കഴിയില്ലല്ലോ.
അപ്പം ഈ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ വേണം നമ്മൾ ഈ സിനിമയും നമ്മൾ കാണാനായിട്ട്. ഇനി പിന്നെ ഈ സിനിമയുടെ ഈ ഒരു ഭയങ്കര ഹൈപ്പായിരുന്നു എമ്പുരാൻ വരുന്നത്. അതിനകത്ത് ഒരു വലിയ നിരാശ ഈ മോഹൻലാൽ ഫാൻസിനും ഒപ്പം ഈ മോഹൻലാലിന്റെ ആരാധകർക്കൊക്കെ ഉണ്ട്. കാരണം ഒരു ഭയങ്കര ഹൈപ്പ്, അതായത് ഈ എമ്പുരാൻ കണ്ടില്ലെങ്കിൽ ഒരു വലിയ നഷ്ടമാണ് എന്നുള്ളത്. എന്നിട്ട് അതിനകത്ത് പറഞ്ഞ കാര്യം ഇതൊരു പാൻ ഇന്ത്യൻ മൂവിയാണ്. ആദ്യം തന്നെ മലയാളികൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ അടുത്ത കാലത്ത് ഒരു മലയാള സിനിമ പോലും പാൻ ഇന്ത്യൻ ഇന്ത്യയിൽ വിജയിക്കില്ല. ഈ തമിഴ് സിനിമയും വിജയിക്കില്ല, മലയാള സിനിമയും വിജയിക്കില്ല. കാരണം എന്ന് വെച്ചാൽ അതിന് തക്ക സാധനം ഒന്നും മലയാള സിനിമയിൽ ഇല്ല. 4 ഹെലികോപ്റ്ററും 2 തോക്കും കാണിച്ചാലൊന്നും ഹിന്ദി ക്ലച്ച് പിടിക്കത്തില്ല. കാരണം അവിടെ പുഷ്പ പോലുള്ള സിനിമകൾ, തെലുങ്ക് സിനിമകൾ തന്നെ വലിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടും അവരുടെ തന്നെ ഒരു മാനറിസം കണ്ടറിഞ്ഞും ചെയ്ത പുഷ്പ പോലുള്ള സിനിമകൾ പോലും ഈ അടുത്ത കാലത്ത് അവിടെ ഹിറ്റാകും. ഇല്ലെങ്കിൽ ഇപ്പൊ കാന്താര പോലുള്ള സിനിമകൾ, നല്ല പ്ലോട്ട് വേണം, അതായത് എല്ലാവരുടെയും ഹൃദയം കീഴടക്കാനുള്ള പ്ലോട്ട്, അങ്ങനെയുള്ള സിനിമകൾ ഈ നാഷണൽ ലെവലിൽ ഹിറ്റ് ആയിട്ടുണ്ട്, കേരളത്തിൽ പോലും ഹിറ്റ് ആയിട്ടുണ്ട്. അതല്ലാതെ 4 ഹെലികോപ്റ്ററും 2 തോക്കും ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഇന്ത്യ മുഴുവൻ തരംഗമാവും, അങ്ങനെ ചിന്തിക്കരുത്. നമ്മുടെ സിനിമകൾ അതിന് മാത്രം ആയിട്ടില്ല. സത്യം പറഞ്ഞു, ഞാൻ എന്റെ വ്യക്തിപരമായി പറയുകയാണ്, ഈ 1970 ഇറങ്ങിയ ഹോളിവുഡ് സിനിമയിലെ കാർ ചേസിങ്ങിന്റെ അതുപോലത്തേതെങ്കിലും ഒരു കാർ ചേസിങ് ഇന്നും മലയാള സിനിമയിൽ നമ്മൾ കണ്ടിട്ടില്ല. ഒരു കാര്യം അതാണ്. ഇനി ഞാൻ ചോദിച്ചോട്ടെ, AK-47 നമ്മൾ കാണുന്നത് രാജാവിന്റെ മകൻ 1986 ഇറങ്ങിയ രാജാവിന്റെ മകൻ, തമ്പി കണ്ണന്താരൻ ഡയറക്ട് ചെയ്ത രാജാവിന്റെ മകനിലൂടെയാണ് കാണുന്നത്. അതിനും 10 കൊല്ലം മുമ്പ് ബോളിവുഡിൽ മിഥുൻ ചക്രവർത്തി ഉൾപ്പെടെ ഈ AK-47 ഇട്ട് കളിച്ചതാണ്. അവിടത്തേക്ക് നമ്മൾ ഈ തോക്കും കൊണ്ട് ചെന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അതിലൊന്നും കഥയില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോ ഈ ടെക്നിക്കൽ പരമായിട്ട് ഈ സിനിമ വിജയമാണോ അല്ലയോ, ഞാൻ ആ സിനിമ കണ്ടില്ല, എനിക്ക് ടെക്നിക്കൽ സൈഡ് വലിയ പിടുത്തവുമില്ല. പക്ഷെ ഇത്രയൊന്നും ടെക്നിക്കൽ ഇല്ലാതിരുന്ന സമയത്ത് ഡോണിന്റെ കഥ മനോഹരമായിട്ട് പറഞ്ഞ, അതായത് ഇന്നത്തെ പോലെ പോർഷയും ഡിഫൻഡറും ബെൻസും ഒന്നും ഇല്ലാതെ വെറും ഒരു മാരുതി 800 വെച്ച് വിജയിച്ചൊരു പടമുണ്ട് ഇവിടെ, 20-ാം നൂറ്റാണ്ടെന്ന് പറയും. ആ 20-ാം നൂറ്റാണ്ടിന്റെ ക്ലാസ് ഒന്നും ഇന്നും ഒരു ഡോൺ ചിത്രത്തിന് മലയാളത്തിലില്ല. AK-47 മനോഹരമായി അവതരിപ്പിച്ച, ഒരുപക്ഷെ നായകനേക്കാൾ കൂടുതൽ കൈയടി AK-47 കിട്ടിയ രാജാവിന്റെ മകന്റെ അത്ര അതിനേക്കാൾ വലിയ ക്ലാസ് ഒന്നും ഇന്നുവരെ മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല. പിന്നെ കുറെ ഡയലോഗും കുറെ ഈ ചീള് ഗ്രാഫിക്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള സിനിമകളെ മലയാളത്തിലുള്ളൂ. നമ്മളിപ്പോ ഇവിടെ ഇരുന്നിട്ട് ബാഹുബലിയെ കുറ്റം പറയും, കാന്താരെ കുറ്റം പറയും. അതിന്റെ ഒന്നും എന്താ പറയുക, 7 അയലത്ത് പോലും ഒന്നും വേണ്ട. ഈ കാന്താരയുടെ പ്ലോട്ട് അത് എന്തുമായിക്കോട്ടെ, ശരിയാണോ തെറ്റാണോ എന്തും ആയിക്കോട്ടെ, അതുപോലും കണ്ടെത്തി ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഇതിനകത്ത് ഒരു പൊളിറ്റിക്സ് ഉള്ളത് കൊണ്ട് തന്നെയാണ് പൊളിറ്റിക്കലായി അതിനെ എതിർക്കപ്പെടുന്നത്. അതിനകത്ത് അവരെ നമുക്ക് തെറ്റ് പറയാനൊന്നും കഴിയില്ല. പിന്നെ എനിക്ക് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചകളും ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതുകൊണ്ട് ആകെ നേട്ടം ഉണ്ടായിട്ടുള്ള ഒരു വിഭാഗം എന്ന് വെച്ചാൽ കേരളത്തിലെ സംഘികൾ മാത്രമാണ്. കാരണം കഴിഞ്ഞ കുറെ കാലമായിട്ട്, അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ സംഘിസ്ഥാൻ ഇടങ്ങളൊക്കെ, അതായത് സൈബർ സംഘികളെല്ലാം കടുത്ത ഒരു ആലസ്യത്തിലും നിരാശയിലും ഒക്കെ ആയിരുന്നു. ഒരു മരണാവസ്ഥയിലായിരുന്നു പല ഈ സൈബർ സംഘികളുടെയും സൈബർ ഇടങ്ങളൊക്കെ. പക്ഷെ എമ്പുരാൻ സിനിമ അവർക്ക് നൽകിയത് ഒരു വലിയ ഊർജമാണ്. ആരോ പറയുന്നത് കേട്ടു, ഈ എമ്പുരാൻ സിനിമയുടെ ആദ്യം ഈ താങ്ക്സ് കാർഡിനകത്ത് ലോകത്തുള്ളവരുടെ മുഴുവൻ പേരുണ്ടെന്ന്, എല്ലാവർക്കും പൃഥ്വിരാജ് നന്ദി പറയുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഉണ്ട്, എല്ലാവർക്കും സകലമാന പേർക്ക് നന്ദി പറയുന്നു എന്ന് പറയുന്നു. പക്ഷെ കേരളത്തിലെ സംഘികൾ നന്ദി പറയേണ്ടത് ശരിക്കും പൃഥ്വിരാജിനോട് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഒരു ഉണർവ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. വീണ്ടും ഈ ഗോദ്ര കലാപം ഒന്നുകൂടി ചർച്ചയാക്കാനായിട്ട് ഇത് ഇടവന്നു. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇപ്പൊ ഈ വിവാദം ഉണ്ടാകുമ്പോൾ ഈ നരേന്ദ്രമോദി ദുഃഖിക്കുന്നുണ്ടാകും. കാരണം എന്താണെന്ന് അറിയാവോ, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നു BBC-യുടെ ഒരു ഡോക്യുമെന്ററി ഉണ്ടായിരുന്നു ഈ ഗോദ്ര കലാപത്തെ കുറിച്ച്. അത് ബാൻ ചെയ്ത ഒരു അബദ്ധമായി പോയെന്ന് ചിലപ്പോൾ ഇപ്പൊ മോദിക്ക് തോന്നുന്നുണ്ടാവും. കാരണം അന്ന് അത് ബാൻ ചെയ്തില്ലായിരുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് കേവല ഭൂരിപക്ഷം കടന്നേനെ. കാരണം എന്നൊക്കെ ഈ ഗോദ്ര കലാപം ഈ രാജ്യത്ത് ചർച്ചയായിട്ടുണ്ട്, അന്നൊക്കെ BJPക്ക് നേട്ടം ഉണ്ടായിട്ടുണ്ട്. ഈ ഗോദ്ര കലാപം ചർച്ചയായി 2002 മുതൽ തുടർച്ചയായി നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായി ഗുജറാത്തിൽ. പിന്നീട് ഗോദ്ര കലാപം ചർച്ചയായി വന്ന സമയത്ത് പ്രധാനമന്ത്രിയായി മാറി. ഇപ്പം പ്രത്യേകിച്ച് അനക്കമൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്താണ് വീണ്ടും ഗോദ്ര കലാപം. ഇത് നോർത്ത് ഇന്ത്യയിൽ ഇതൊന്നും വലിയ ചർച്ചയായി വരുന്നില്ല. കാരണം അവിടെ ഒന്നും മലയാള സിനിമകളെ ഒന്നും റിവ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ അതിനൊന്നും അപഗ്രഥിക്കാൻ, അതിനെ കുറിച്ച് പറയാനോ ഒന്നുമുള്ള കാലഘട്ടമായിട്ടില്ല. ഒരു പക്ഷെ 10 വർഷത്തിനകം വരുമായിരിക്കും, കുറഞ്ഞത് 5 വർഷമെങ്കിലും വരുമായിരിക്കും. അപ്പം അങ്ങനെ വരുമായിരിക്കും. എന്തിനേറെ നമ്മൾ സൗത്ത് ഇന്ത്യ പോലും കീഴടക്കിയിട്ടില്ല മലയാള സിനിമ. പക്ഷെ സൗത്ത് ഇന്ത്യ എന്നുള്ള സിനിമകൾ നമ്മളെ കീഴടക്കിയിട്ടുണ്ട്. നമ്മൾ എത്ര ഇപ്പൊ ഈ എമ്പുരാന്റെ തന്നെ നമ്മുടെ ബുക്കിംഗ് ആപ്പുകൾ നോക്കുമ്പോൾ തന്നെ ഒക്യുപ്പൈഡ് ആ ഒരു ശതമാനം നോക്കുമ്പോൾ കർണാടകത്തിൽ 10.5 ആണ് എമ്പുരാന്റെ. നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനമാണ്. അവിടെ പോലും അതേ ഉള്ളൂ. അപ്പൊ അതാണ് അവർ ആ രീതിയിലാണ് അതിനെ കാണുന്നത്. അപ്പൊ നമ്മൾ ഈ രീതിയിലാണ് വിവാദം. ഏതായാലും കഴിഞ്ഞ കുറെ കാലമായിട്ട് കേരളത്തിൽ ഇതുപോലെ ജാതീയതയും
മതപരമായിട്ടുള്ള അജണ്ടകൾ കൃത്യമായി തന്നെ സിനിമയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു യാഥാർത്ഥ്യങ്ങൾ അറിഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അവർ പതുക്കെ പൊളിറ്റിക്സിലേക്ക് അത് ചുവടുവെക്കും. മുമ്പ് ജാതിയായിരുന്നു, ഞാൻ അതല്ലേ പറഞ്ഞത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വില്ലന്മാരായിട്ട് വന്ന ആളുകളുടെ ജാതി നോക്കിയ നായന്മാരാണ്. നായര്, മേനോന്, നമ്പ്യാര്, വർമ്മ, ഉണ്ണിത്താൻ, അങ്ങനെ പോകും. പിന്നെ നമ്പൂതിരിമാരുണ്ടാവും. പിന്നെ അതിനുശേഷം കുറെ ക്രിസ്ത്യാനികൾ വന്നു. അവിടെ മുസ്ലിം വന്നിട്ടില്ല. മുസ്ലിം പിന്നെ വന്നൊക്കെ നായകന്മാരായിരുന്നു, IPS ഓഫീസറൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. അതായത് ഇത്തരം കൊണ്ടുവന്നിട്ട് ഇതിനകത്ത് ഒളിച്ചു കിടത്തുക എന്നുള്ളതാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഒരു സിനിമ സ്വാധീനിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ ചിലരെയെങ്കിലും സ്വാധീനിക്കും. വലിയ രീതിയിൽ സ്വാധീനിക്കുമോ എന്ന് ചോദിച്ചാൽ വലിയ രീതിയിൽ അത് സ്വാധീനിക്കാൻ യാതൊരു സാധ്യതയുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുമ്പ് നരേന്ദ്രമോദിയുടെ സിനിമ ഇറങ്ങിയില്ലായിരുന്നു. മോദിയുടെ സിനിമ ഇറങ്ങി അത് വലിയ തരംഗമായി മാറേണ്ടതല്ലേ? അത് മാറിയിട്ടില്ല. അപ്പൊ സിനിമ സ്വാധീനിക്കുമോ എന്ന് ചോദിക്കുന്നത് ഏറ്റവും വലിയ ഉദാഹരണമാണ് ചാവ. ആ ചാവ ഇറങ്ങിയതിനു ശേഷമാണ് ഔറംഗസീബ് വീണ്ടും ചർച്ചയായി വരുന്നത്. ശ്രദ്ധേയമായ കാര്യമാണ്. ദ എമർജൻസി എന്ന് പറയുന്ന കങ്കണ റൌട്ടിന്റെ സിനിമ ഇറങ്ങിയതിനു ശേഷമാണ് എമർജൻസിയെ കുറിച്ച്, അടിയന്തരാവസ്ഥയെ കുറിച്ച് വലിയ ചർച്ചയായി മാറുന്നത്. അപ്പോ ഇപ്പൊ യോഗി ആദിത്യനാഥിനെ കുറിച്ചൊരു സിനിമ ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ അടുത്ത് തന്നെ വരും, അതിന്റെ ഒരു റിലീസിംഗ് ഉടനെ വരും. അപ്പം ആ സിനിമ വരുമ്പോൾ യോഗി ആദിത്യനാഥിന്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരുപക്ഷെ ഇത്തരത്തിലൊരു സിനിമ വരുമ്പോൾ വീണ്ടും അത് ചർച്ചയായി നല്ലൊരു കാര്യം തന്നെയാണ്. ഞാൻ ആ സിനിമയെ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം ആ സിനിമ വരുമ്പോൾ വീണ്ടും അത് ചർച്ചയായി മാറുന്നു കാര്യങ്ങൾ എന്നുള്ളതാണ്. പിന്നെ ഇപ്പൊ പഴയതുപോലെയല്ല, മതവും ജാതിയും ഒക്കെ ഈ സിനിമകളിൽ വരുന്നതിന് ചോദ്യം ചെയ്യാൻ ഒരുപാട് പേർ എത്തുന്നു. മുമ്പൊക്കെ ഈ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ഇത്തരത്തിലൊന്നും വരില്ലായിരുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് ജയസൂര്യയുടെ ഈശോ എന്ന് പറയുന്ന സിനിമയുടെ പോസ്റ്റർ ഇറങ്ങിയപ്പോൾ തന്നെ വലിയ വിവാദമുണ്ടായി. ഒരു പോസ്റ്ററിന്റെ പേരിൽ വിവാദമുണ്ടായി. അത് നമ്മുടെ രാജ്യത്ത് അങ്ങനെ മതപരമായിട്ടോ ഉള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ വളരെ സെൻസിറ്റീവ്. എനിക്ക് തോന്നുന്നു ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഹിന്ദുമതത്തിനെ അവഹേളിച്ച് ഇറങ്ങിയിട്ടുള്ളത് സിനിമകളിൽ ഏറ്റവും കൂടുതൽ അവഹേളിച്ചിട്ടുള്ള ഹിന്ദുമതത്തെയും ഹിന്ദു ദൈവങ്ങളെയുമാണ്. വിഗ്രഹത്തെ പോലും തുപ്പുന്ന മലയാള സിനിമ കിട്ടില്ല, ദേശീയ അവാർഡ് കിട്ടില്ല ആ സിനിമയ്ക്ക്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സിനിമകൾ ഇറങ്ങും. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോ എല്ലാവർക്കും മതം എന്ന് പറയുന്ന ഒരു വികാരമായി മാറുന്നു, രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു വികാരമായി മാറുന്നു. അവിടെ ബുദ്ധിയുള്ള സിനിമാക്കാരൻ ചിന്തിക്കുന്നത് എങ്ങനെ തനിക്ക് മാർക്കറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് ഇപ്പൊ ഈ സിനിമ കൊണ്ട് നേട്ടമുണ്ടാക്കാൻ സ്വാഭാവികമായും പൃഥ്വിരാജ് ശ്രമിക്കുക തന്നെ ചെയ്യും. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് ഇത് മാർക്കറ്റിങ്ങിന് പറ്റുന്ന ഒരു തന്ത്രം കൂടിയാണ്. കാരണം ഇതിനൊരു വലിയ എതിർപ്പ് നേരിടേണ്ടി വരുമ്പോൾ ആ എതിർപ്പിനെ മറികടന്നിട്ട് ഇങ്ങനെ സംഘികൾ കൂട്ടത്തോടെ എതിർക്കുന്നു. പക്ഷെ അത് കേരളത്തിനപ്പുറത്തേക്ക് ഈ സിനിമ ക്ലച്ച് പിടിക്കത്തില്ല എന്നുള്ള 100% ഉറപ്പാണ്. ഒരുപക്ഷെ വേറെ ഏതെങ്കിലും ഒരു സിനിമ ആയിരുന്നുവെങ്കിൽ, ഇല്ലെങ്കിൽ വേറെ തെലുങ്കിൽ നിന്നോ മറ്റോ വരുന്ന ഒരു ചിത്രമായിരുന്നെങ്കിൽ കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു. കാരണം ഇത് സംഘപരിവാർ മുഴുവൻ താറടിച്ച് കാണിക്കുന്നതാണ്, ഇല്ലെങ്കിൽ സംഘപരിവാർ നേതാക്കളെ താറടിച്ച് കാണിക്കുന്ന സിനിമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേറെ ഏത് വിഭാഗമാണ് കൂടുതലായി വന്ന് കാണുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. കേരളത്തിലുള്ളവരാണ് ഈ സിനിമ കൂടുതലായിരുന്നു കാണുന്നത്, അല്ല നോർത്ത് ഇന്ത്യയിലുള്ളവർ. ഇപ്പൊ ലേറ്റസ്റ്റ് കേട്ടൊരു വാർത്ത, ഈ പിന്നെ ഖാന്റെ ഒരു പടം ഇപ്പൊ റിലീസ് ചെയ്തിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ. അപ്പം അവരെന്താ ചെയ്യുക? ഇപ്പൊ അറിഞ്ഞ വാർത്തയാണ്, ശരിയാണോ എന്ന് അറിയത്തില്ല. സിക്കന്ദർ ആ സിനിമയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അതിനു വേണ്ടി PR വർക്ക് ചെയ്ത ഓൺലൈൻകാരെല്ലാം കൂടെ ഇപ്പൊ എമ്പുരാനെതിരെ വലിയ രീതിയിൽ ഡീഗ്രേഡിങ് നടത്തുന്നുണ്ടെന്നാണ്. അതായത് ആ സിനിമ കുറച്ചുകൂടെ ഹൈന്ദവപരമായിട്ടൊരു അല്പം ഇതുള്ള സിനിമയാണ്. അപ്പൊ അതിനെ ഹൈലൈറ്റ് ചെയ്യും. ഒന്ന് ചത്താലേ ഒന്നിന് വളമാകും. കാരണം ഇവിടുത്തെ ഈ എമ്പുരാന്റെ അണിയറ പ്രവർത്തകർക്കുള്ള ബുദ്ധി ആയിരിക്കുമല്ലോ സൽമാൻ ഖാന്റെ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും ഉള്ളത്. അവർ ഈ അവസരം മുതലെടുക്കുന്നുണ്ട് നന്നായിട്ട് എന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്ന വാർത്ത. കാരണം അത് കുറച്ചുകൂടെ ഹിന്ദുത്വത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സിനിമയായിട്ടാണ് അറിയുന്നത്. അപ്പം ഇതിനെ അത് താഴ്ത്തി കെട്ടിക്കൊണ്ട് അതിന് കുറച്ചുകൂടെ, അതായത് സൗത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ മലയാളികളായിട്ടുള്ള സംഘപരിവാറുകാരെയും കൂടെ ആകർഷിക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിന്റെ ഒരു പ്രൊമോഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ സിനിമ ഈ അമിതമായ ഇത് എന്ത് കണ്ടിട്ടാണ് ഇതിന് മാത്രം പ്രൊമോഷൻ കൊടുത്തത് മാത്രം മനസ്സിലാകുന്നില്ല. കാരണം ഇത് ഒരിക്കലും ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഒരു ബോളിവുഡിന്റെ 1970-കളിൽ ഇറങ്ങിയ ഒരു ബോളിവുഡിന്റെ പോലത്തെ ഒരു മേക്കിംഗ് പോലും ഇന്നും മലയാള സിനിമയിൽ നടന്നിട്ടില്ല. ഒരു സീൻ പോലും ഇല്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഇതിനെയൊക്കെ വെല്ലുന്ന പടമാണെന്ന് പറഞ്ഞാൽ ഇറക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ സിനിമയും വെച്ച് നോക്കും, നല്ല കഥകളുള്ള സിനിമ നമ്മുടെ മലയാളത്തിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നല്ല, നല്ല മികച്ച സിനിമകൾ ഉണ്ടായിട്ടുണ്ട്, നല്ല കഥയൊക്കെ. പക്ഷെ ഇതുപോലെയുള്ള സിനിമകൾ, ഈ തോക്കും ഡോണും ബോംബും ഒക്കെ ഉള്ള സിനിമകൾ നമുക്കൊരിക്കലും ഇന്ത്യയിലെ മറ്റ് ഭാഷകളുടെ ചിത്രങ്ങളുമായി കോമ്പറ്റീഷൻ ചെയ്യില്ല. കാരണം അവരിത് പണ്ടുപുരാതന കാലം തൊട്ട് ഇതൊക്കെ ചെയ്ത് തഴമ്പിച്ച് കളഞ്ഞ സാധനങ്ങൾ അത് നമ്മൾ വീണ്ടും റീക്രിയേറ്റ് ചെയ്യുകയാണ് ഇവിടെ എത്തുന്നത്. ഒന്നും വേണ്ട, ഇവിടെ മര്യാദയ്ക്ക് ഒരു കാർ ഡ്രിഫ്റ്റ് ചെയ്യാൻ പോലും ഒരു സിനിമയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എത്രയോ പിള്ളേർ വ്ളോഗിലൊക്കെ കൊച്ചു പിള്ളേർ വന്നിട്ട് നല്ല അടിപൊളി കാർ ഡ്രിഫ്റ്റിങ് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു നായകൻ കാർ ഡ്രിഫ്റ്റ് ചെയ്യുന്ന കാണിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ചാർലി ചാപ്ലിന്റെ കാലത്ത് കാണിക്കുന്നതൊക്കെ തോന്നിയിട്ടുള്ള പലപ്പോഴും. ഇവിടെയാണ് നമ്മുടെ പരിമിതി നമ്മൾ ആദ്യം മനസ്സിലാക്കണം.
ഈ പരിമിതി നിന്നിട്ടാണ് ഞാൻ മറ്റേതാണ്, ഞാൻ മറിച്ചതാണ്, എനിക്ക് വിദേശത്തു ഓക്കെ. നിന്ന് ഇന്നലെ പുടിൻ വിളിച്ചിരുന്നു, പുടിൻ പറഞ്ഞിട്ടുണ്ട് സിനിമ നന്നായിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് താങ്ങാന്നല്ലാതെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഈ സിനിമയില് എനിക്ക് ഈ സിനിമയുടെ തലേ ദിവസം നമ്മുടെ അമീർ ഖാൻ, അതോടെ പറഞ്ഞു നമുക്ക് നിർത്താം, ശ്രീമാൻ അമീർ ഖാൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് നാളെ രാജ്യം ഞെട്ടുമെന്നാണ്. അപ്പോഴേ ഞാൻ വിചാരിച്ചത് ഇത് ഈളെന്ത് ഈ പറയുന്നത്, നാളെ രാജ്യം ഞെട്ടുമെന്ന് വെച്ചാൽ എമ്പുരാനെ കുറിച്ചാണ് ഇട്ടത്. അപ്പൊ അദ്ദേഹം വിചാരിച്ചിട്ട് ഈ സിനിമ ഇറങ്ങും എന്ന് പറഞ്ഞാൽ തന്നെ ഇത് രാജ്യം മുഴുവൻ വലിയ ചർച്ചയാകുമെന്നാണ് കരുതുന്നത്. പക്ഷെ സത്യത്തില് അദ്ദേഹം ഒരുപക്ഷെ സന്തോഷിച്ചു കാണാം. അതിന് കാരണമുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി ജയിച്ചാൽ താൻ രാജ്യം വിടുമെന്ന് പറഞ്ഞ വിദ്വാനാണ്. 2024 അദ്ദേഹം മിണ്ടിയില്ല. അപ്പൊ ഈ സിനിമ വരുമ്പോ താൻ ഞെട്ടും എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ട്. ഞാൻ ഇപ്പോഴത്തെ കാലമാണ്, എയുടെ ഒക്കെ കാലമാണ്, ഇത് ഉള്ളതാണോ അല്ലയോ എന്നൊക്കെ നമുക്കറിയത്തില്ല. പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഏതായാലും ഇപ്പോ എമ്പുരാനല്ല ഇപ്പോൾ ചർച്ചയിൽ നിറഞ്ഞു നിൽക്കുന്നത്, ഗോദ്രയാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഒപ്പം തന്നെ കേരളത്തിലെ സംഘപരിവാർ ഇടങ്ങളിൽ, സൈബർ ഇടങ്ങൾക്ക് ഒരു പുതിയ ഉണർവ് കിട്ടിയിട്ടുണ്ട്. ആ ഉണർവ് മുമ്പോട്ട് പോവുക. പിന്നെ ഇനിയിപ്പോ ഇവിടെ കടന്ന സംഘപരിവാറുകാരുടെ ഈ പ്രതിഷേധങ്ങൾ കൊണ്ട് ഈ സിനിമയ്ക്ക് വലിയ റീച്ച് കിട്ടും എന്ന് കരുതിയെങ്കിൽ അത് തെറ്റാണ്. ആ സിനിമയ്ക്ക് ഒരു കുന്തവും കിട്ടാൻ പോകുന്നില്ല. കാരണം കേരളത്തിന് പുറത്തേക്ക് അതിന് യാതൊരു മാർക്കറ്റും ഈ സിനിമയ്ക്ക് കിട്ടാം. കാരണം കിട്ടുമായിരുന്നെങ്കിൽ ഇന്നത്തെ ദിവസത്തെ ആ ബുക്കിംഗ് കളക്ഷൻ നമുക്ക് നോക്കി അറിയാം. ആ സിനിമ 2 ദിവസമെങ്കിലും ഈ നോർത്ത് ഇന്ത്യയിലെ തിയേറ്റർ, ഡൽഹിയിൽ 160 ഷോ ഉണ്ട്, മഹാരാഷ്ട്രയിൽ 220 ഷോ ഉണ്ട്. ഇവിടൊക്കെ ഇന്നലെ തന്നെ ഫസ്റ്റ് ഡേയിൽ തന്നെ ഒക്കിപ്പ് കുറവായിരുന്നു, 23% ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അവിടെ കാലിയാണ്. അപ്പം നല്ലവണ്ണം ഓടുന്ന സിനിമയായിരുന്നു. കുറഞ്ഞ ഒരു 2 ദിവസമെങ്കിലും ഹൗസ്ഫുൾ ആയിട്ടൊക്കെ പോയെങ്കിൽ നമുക്ക് പറയാം, 3-4 ദിവസമെങ്കിലും. ഇനിയിപ്പോ എന്ത് കിടന്ന് മരിച്ചാൽ അവിടെ ഒന്നും നടക്കില്ല. പിന്നെ ഇവിടെ കിടന്ന് ഓടാം എന്നുള്ളതേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ജില്ലയിലും അത്രയൊക്കെ ഉള്ളൂ, നമ്മുടെ ഒരു കപ്പാസിറ്റി അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. എങ്കിലും ഇങ്ങനെയുള്ള സിനിമകൾ ഇനിയും വരണം. കാരണം നമുക്ക് സിനിമകൾ വരുമ്പോഴാണ് കൂടുതൽ കൂടുതൽ വിഷയങ്ങൾ ചർച്ചയ്ക്ക് മുമ്പോട്ട് വരിക. കാരണം ഇനിയിപ്പം ചുമ്മാതെ ഗോദ്ര എടുത്തിട്ട് വീണ്ടും ചർച്ച ചെയ്യാൻ നമുക്ക് കഴിയില്ല. അപ്പൊ ഒരു സിനിമ വന്നതുകൊണ്ട് നമ്മൾ വീണ്ടും ഗോദ്ര ചർച്ചയാക്കി വരുന്നു. ഒരുപക്ഷെ പുതിയ തലമുറയ്ക്ക് ഗോദ്ര എന്താണെന്ന് അറിയില്ല, അവിടെ നടന്ന സംഭവം എന്താണെന്ന് അറിയില്ല. അവർക്ക് ഒന്നും കൂടി മനസ്സിലാക്കാൻ ഈ സിനിമ വന്നത് നന്നായി. കാരണം ഇപ്പൊ പഴയതുപോലല്ല. ഗോദ്ര കലാപം വരുമ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഇത്ര ശക്തമല്ലായിരുന്നു. അന്ന് ഈ ഇടതുപക്ഷ ഇടങ്ങളും ഒക്കെ ആയിരുന്നു ശക്തം, അവര് പറയുന്നതായിരുന്നു സത്യമെന്ന് കരുതി. ഇന്ന് അങ്ങനെയല്ല. സോഷ്യൽ മീഡിയ സജീവമായതുകൊണ്ട് അവിടെയൊക്കെ വലതുപക്ഷത്തുള്ള ബുദ്ധിജീവികളും ചരിത്രകാരന്മാരും ഇല്ലെങ്കിൽ അവിടെയുള്ള ദിക്സാക്ഷികൾ ഉൾപ്പെടെ ഇപ്പോൾ പറയാൻ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യം ഒന്നുകൂടി മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും ഇത് കേരള ഹൈപ്പ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. താങ്ക് യു ബിച്ചേട്ടാ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.